ചെറുപ്പം മുതൽ തന്നെ ചെറിയ കുട്ടിയുടെ സ്വഭാവത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തു പറഞ്ഞാലും അനുസരിക്കില്ല. അവന് തോന്നിയാൽ മാത്രമേ ഞങ്ങൾ പറയുന്നത് നിർവഹിക്കുകയുള്ളൂ. എല്ലാത്തിനും നിർബന്ധിച്ചു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു വടിയെടുത്ത് പേടിപ്പിച്ചാലേ ചെയ്യുകയുള്ളൂ. മിക്കവാറും തല്ലേണ്ടി വരും. രാവിലെ എണീറ്റത് മുതൽ പല്ല് തേക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും പഠിക്കാനും എല്ലാത്തിനും വടിയെടുക്കേണ്ട അവസ്ഥയാണ്. തല്ലിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചീത്ത പറയും, അലറിക്കരയും. വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, എന്നാൽ പഠിക്കാനിരുത്തിയാൽ അശ്രദ്ധയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കുറേ ബഹളം വെച്ചാൽ മാത്രമേ പഠിക്കൂ. കുട്ടികളോട് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി ചെയ്യിക്കാനാണ് എല്ലാ സൈക്കോളജിസ്റ്റും പറയുന്നത്. ഇസ്ലാമിലും അങ്ങനെ തന്നെയാണല്ലോ. എന്നാൽ നല്ലത് പറഞ്ഞു ചെയ്യിക്കാൻ നോക്കിയാൽ തീരെ അനുസരിക്കാറില്ല. അവൻ്റെ ടീച്ചറും അതാണ് പറയാറ്. കുറച്ചു സ്വാർത്ഥ സ്വഭാവമുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം? നമ്മൾ ഈ കുട്ടികളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഈ ചോദ്യത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. കുട്ടികൾ ഇതൊക്കെ എന്തോ ബോധപൂർവം മാതാപിതാക്കളൊക്കെ എന്തോ പ്രശ്നത്തിലാക്കാൻ വേണ്ടി അവർ കരുതി കൂട്ടി എന്തൊക്കെയോ ചെയ്യുകയാണെന്നാണ് പൊതുവെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ തോന്നുന്നത്. സത്യത്തിൽ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നവരല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തെല്ലാം പെരുമാറ്റ ദൂഷ്യങ്ങളും വാശിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒരു കുട്ടി വളരെ നല്ല കുട്ടിയായിട്ട് നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല അച്ചടക്കം, അങ്ങനെ അവനൊരു 3-4 വയസ്സാവുമ്പോൾ എന്ത് ചെയ്തു, താഴെ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടി ആയിട്ട് ഉമ്മക്ക് എന്ത് ചെയ്യും പോലെ കൊടുക്കലും ബന്ധുക്കായിട്ട് ആ കുട്ടിയാണ് എപ്പോഴും ഉമ്മൻ്റെ കയ്യിൽ. അപ്പോൾ ഇന്നലെ പ്രസവിക്കുന്നതിൻ്റെ തലേന്ന് വരെ ഇവനെ മാത്രം എടുത്ത് വളർത്തി കൊണ്ടടന്ന് സ്നേഹിച്ച് ഭക്ഷണം കൊടുത്ത് കൂടെ കിടത്തിയിരുന്ന ഉമ്മൻ്റെ അടുത്ത് വേറൊരു കുട്ടി വന്നു. അവന് നോക്കാൻ സമയമില്ലാതെയായി. അവനൊരു പക്ഷേ വല്യമ്മയുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രതിഷേധം മനസ്സിൽ വരികയാണ്. ആ പ്രതിഷേധം എന്താണ്? എല്ലാ കാര്യത്തിനും വാശി, എല്ലാ കാര്യത്തിനും പ്രശ്നം, ഈ പറഞ്ഞ എല്ലാ സംഗതികളും അതുകൊണ്ട് വരാം. അവിടെ കുട്ടിയാണോ പ്രതി? ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ എന്നുള്ളത് കണ്ടുപിടിക്കണം. പിന്നെ ഒരിക്കലും എന്തല്ല വെച്ചാൽ ഇന്ന മിൻകും മുനഫിരി എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബുഖാരി ഹദീസ്. നിങ്ങളിൽ വെറുപ്പിക്കുന്ന ചിലരുണ്ട് എന്നാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ മക്കളെ നിന്നല്ല, നമ്മളെ പെരുമാറ്റങ്ങൾ ഒരു വ്യക്തിനെയും നമ്മളുടെ സാമീപ്യം എന്ത് ചെയ്യാൻ പറ്റൂല, വെറുപ്പിക്കാൻ പറ്റൂല. പക്ഷെ അയാൾ നിന്ന് പോകില്ല, എട്ടങ്ങേറാണ് എന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഈ കുട്ടികൾക്ക് വാപ്പൻ്റെ ഉമ്മനത്തും നിൽക്കുമ്പോൾ ഉണ്ടാവും. കാരണം അടിച്ചാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ബന്ധത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ എല്ലാ ആളുകളും കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സഹോദരൻ്റെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, കുട്ടികളോട് ഏറ്റവും എന്ത് ചെയ്യണം, ഒരു റഫീഖായിട്ട്, അതായത് നല്ല ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന വേണം. അത് നമുക്ക് വിജയിക്കാതിരുന്നാൽ നമുക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, ഏത് പ്രായത്തിലും ഏത് സമയത്തിലും. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, ഏറ്റവും അധികം ഇടപഴകാൻ നമ്മളോട് താല്പര്യപ്പെടണം. ആ താല്പര്യപ്പെട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ കുട്ടിയെ വളർത്തുക? ഒരു കുട്ടി നമ്മളിലേക്ക് വരണം, നമ്മുടെ കൂടെ നിൽക്കണം, നമ്മളോട് ചോദിക്കണം, നമ്മൾ പറയുന്നത് കേൾക്കണം. ഇങ്ങനെ പെരുമാറുമ്പോൾ എന്താ ഉണ്ടാവുക? പരമാവധി ഉമ്മനെ അവോയ്ഡ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഓരോ പെരുമാറ്റങ്ങളും നമ്മളെ കുട്ടിയിലേക്ക് അടുപ്പിക്കുന്നു. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കുട്ടിയിലേക്ക് അടുക്കുകയാണ്, മുല കൊടുക്കുമ്പോൾ കുട്ടിയിലേക്ക് അടുക്കുകയാണ്, കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടിയോട് അടുക്കുകയാണ്. പക്ഷെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വേറെ തലത്തിൽ വരുമ്പോൾ ഇതൊക്കെ കുട്ടിയോടുള്ള എന്താണ് ഒരു പ്രതികാര നടപടികളായിട്ട് വരിക. ഉമ്മ കുളിപ്പിച്ചതുകൊണ്ട് ദേഷ്യം ഉണ്ടാവുക ചെയ്യുന്നത്, ഉമ്മ ഭക്ഷണം കൊടുത്തപ്പോൾ ദേഷ്യം ഉണ്ടാവുക ചെയ്യുന്നത്, ഉമ്മ പഠിക്കാൻ പറഞ്ഞപ്പോൾ ദേഷ്യം ഉണ്ടാവുക ചെയ്യുന്നത്, മനസ്സിലായി? ഉമ്മ സ്കൂളിലേക്ക് ഒരുക്കി പുറപ്പെടുവിക്കുമ്പോൾ ഉമ്മനോട് ദേഷ്യം ഉണ്ടാവുക ചെയ്യുന്നത്. കാരണം ഒക്കെ നിർബന്ധിച്ചിട്ടും വടി കാണിച്ചിട്ടും ഇതൊക്കെ ചെയ്യണത്. ഇതൊക്കെ സ്നേഹത്തിലല്ലേ ചെയ്യണത്. കുളിപ്പിക്കുന്ന ഉമ്മനോട് സ്നേഹം ഉണ്ടാവും, ഭക്ഷണം കൊടുക്കുന്ന ഉമ്മനോട് സ്നേഹം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം സ്നേഹമുണ്ടാക്കുന്നതിന് പകരം എന്താണ്, വെറുപ്പുണ്ടാക്കുന്നതിലേക്ക് എത്തുമ്പോൾ എന്താണ്, ആ ബന്ധം അവിടെ വഷളായി പോകും. അപ്പോൾ ഇങ്ങനെ ആയിരുന്നാലും കുട്ടികളെ അങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും. നമ്മളതിന് തെളിവ് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ പെരുമാറ്റം ഇപ്പം എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിപരമായ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖത്തിൻ്റെ പേരിലോ ഒക്കെ ആണെന്ന് വിചാരിച്ചോളി. അങ്ങനെയാണെങ്കിൽ അത് വീട്ടിൽ മാത്രം പരിമിതമാവില്ല. അവൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർക്ക് പ്രശ്നമായിരിക്കും, അവൻ എവിടെ ചെന്നാലും പ്രശ്നമായിരിക്കും. അവിടെ ഒന്നും പ്രശ്നമില്ല, വീട്ടിൽ മാത്രമാണ് അവൻ വാശിക്കാരൻ, അവൻ അനുസരിക്കാത്തവൻ എന്നുണ്ടെങ്കിൽ
അത് അവനെ അനുസരിപ്പിക്കുന്നിടത്തും അവനെ നമ്മൾക്കനുസരിച്ച് കൊണ്ടുവരുന്നിടത്തും നമ്മളുടെ ഒരു പരാജയം എന്ന് തന്നെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, പറയണം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്വാഭാവികമായും കുറച്ച് സമയം ഈ ഉമ്മ എന്ത് ചെയ്യട്ടെ, ഈ ഒരു ശൈലി ഉപേക്ഷിക്കട്ടെ. എന്നിട്ട് അവൻ ചെയ്തില്ലെങ്കിൽ വേണ്ട, അവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ട, കുളിക്കുന്നില്ലെങ്കിൽ വേണ്ട, അവൻ വിഷക്കുമ്പോൾ വന്നോളൂ. എന്ത് ചെയ്യുക, തൽക്കാലം എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ ഈ ശൈലി ഒന്ന് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യാം, സ്നേഹത്തോടെ പറയാം, ചെയ്യിക്കാൻ ശ്രമിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ശരിയാവും. അങ്ങനെ ഒരു ശ്രമത്തിന് ഉമ്മ തയ്യാറാവുമ്പോൾ എന്തിനും ഉമ്മക്ക് പറ്റി, ഉമ്മ ഇപ്പോൾ ചീത്ത പറയണില്ലല്ലോ, ഉമ്മ അടിക്കണില്ലല്ലോ എന്നൊരു ചിന്ത അവനിൽ ഉണ്ടാകുന്നതോട് കൂടെ എന്ത് ചെയ്യും, അവൻ ഉമ്മയിലേക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യും, മാറും. അങ്ങനെ വരാനാണ് സാധ്യത. ഉമ്മയാണ് കുറ്റക്കാരെന്നല്ല നമ്മൾ പറയണത്, മറിച്ച് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കുട്ടിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഇനി ഇതിന്റെ ഒരു അപകടം പറയാം. ഇനി ഈ ഉമ്മനെങ്ങനെ ഇപ്പോൾ ഇവനെ തല്ലാനും കൊല്ലാനൊക്കെ പറ്റുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് പോവാം. ഇനി ഇവൻ എന്താ വെച്ചാൽ ഉമ്മനെ ഒതുക്കാൻ പറ്റുന്നൊരു പ്രായം വരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റുന്നൊരു പ്രായം വരും. ആ പ്രായം വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഒക്കെ പ്രതികാരം അവൻ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, നിങ്ങൾ എന്താ ചെയ്യാൻ ചോദിക്കും. ഈ ശക്തിയിൽ നമുക്ക് മക്കളെ നിർത്താൻ പറ്റുന്നത് നമ്മൾ ശക്തരാവുകയും അവർ അശക്തരാവുകയും ചെയ്യുമ്പോഴാണ്. നമ്മളെക്കാളും അവർ ശക്തി പ്രാപിക്കുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ അവർക്ക് മുന്നിൽ എന്ത് ചെയ്യും, പരാജയപ്പെടും. ആ ഒരു പരാജയത്തിന് മുമ്പ് തന്നെ നമ്മൾ അവരെ സ്നേഹത്തോടെ കീഴടക്കി ഒരു സുഹൃത്തുക്കളായി കൂടെ നിന്ന് പറഞ്ഞും മനസ്സിലാക്കിയും സ്നേഹിച്ചും മുന്നോട്ട് പോകലായിരിക്കും നന്നായിരിക്കുക എന്നാണ് പറയുന്നത്.